ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ലാസ് വെഗാസിൽ പോയ സമയത്ത് ഞാൻ വലിയൊരു ഹോട്ടലിലാണ് താമസിച്ചു. അപ്പം എൻ്റെ ചുറ്റിനും അവിടെ താമസിക്കാനും വൈകുന്നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്ന സമയത്ത് എല്ലാം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് മില്യൺസ് കൊണ്ടുവന്ന് കാസിനോയിൽ കളിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലാസ് വെഗാസ് സിൻ സിറ്റിയാണ്, പാപകൾ സിറ്റിയാണ്. അവിടെ ഒന്നിനും ഒരു കുറവില്ല. ഈ പറയുന്ന ഹൂറികളൊക്കെ അവിടെ നേരിട്ടിറങ്ങുന്ന സ്ഥലമാണ് ലാസ് വെഗാസ്. അവിടെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ആരാ? ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന അറബ്സാണ്. അപ്പൊ ഈ പറയുന്ന രണ്ടാമത് ഈ പ്രഭാഷകർ പറയുന്ന ഹൂറികളും കൂടെ വരാൻ പോവുകയാണ് സൗദിയിൽ. അതിനും താമസമില്ല. കാരണം അവിടുത്തെ ഗവൺമെന്റിന് ഈ വഹാബിസവും സലഫിസവും എക്സ്ട്രീം ഈ സാധനങ്ങൾ വേണ്ട. അതതിൻ്റെ കാരണം. അതിൻ്റെ പേരിലാണ് മദ്യമെങ്കിൽ മദ്യം. അത് 5 സ്റ്റാർ ഹോട്ടലിലും മറ്റുള്ള ഹോട്ടലിലും പബ്ലിക് പ്ലേസുകളിൽ പാടില്ല. വീടുകളിൽ പോയിരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇവൻസ്, വലിയ വലിയ ഇവൻസ് മനസ്സിലാക്കുക. ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൗദി എന്ന് പറയുന്നത് ഇസ്ലാമിക തത്വചിന്തയിലും ഇസ്ലാമിക രീതിയിലും പോകാൻ താല്പര്യമില്ല. അതതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അവർക്ക് താല്പര്യമില്ല. കാരണം അതുകൊണ്ട് പോയാൽ ആ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ രാജ്യം അന്തഛിദ്രമായി പോകും, നശിച്ചു പോകും. എന്താണിത്? സൗദിയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന പോലെ ബിസിനസ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഗവൺമെൻറ് കോൺട്രാക്ട് കിട്ടുന്നവരുണ്ട്, ഹ്യൂജായിട്ടുള്ള. എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളുണ്ട്. ഇവരുടെയൊക്കെ ഓഫീസുകളെല്ലാം ദുബായിലാണ്. കാരണം എന്താ? ഈ ആൾക്കാർ ഈ 360 ദിവസം ജോലിയല്ല. അവർക്കൊരു ലെഷറും അതും ഇതും ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. സാറ്റർഡേ സൺഡേ. അതേപോലെ മറ്റൊരു കാര്യം ഞാൻ പറയാം. 2026-27 കൂടി സൗദി അറേബ്യ വെള്ളിയാഴ്ച അവധി ആയിരിക്കേയില്ല. അതും മാറ്റും അവർ. കാരണം മറ്റുള്ള അറബ് രാജ്യങ്ങൾ മാറ്റി. എന്താണ് UAE ഫോളോ ചെയ്യുന്ന എക്കോണമി ആക്ടിവിറ്റി? ഗ്ലോബലായിട്ടുള്ള പലതും അത് സൗദി ഫോളോ ചെയ്തേ മതിയാവത്തുള്ളൂ. ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വർക്കിംഗ് ഡേ. സാറ്റർഡേ സൺഡേ ഗ്ലോബലായിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ക്ലോസ് ആണ്. അതിനെ ഫോളോ ചെയ്യണം. കാരണം സൗദി പുതിയ മാർക്കറ്റിലോട്ട് കയറി വരികയാണ്. ഗ്ലോബലായിട്ട് അവർക്ക് അറ്റൻഷൻ വേണം. ഈ പറയുന്ന അമേരിക്കൻ കോർപ്പറേറ്റ്സും ഗ്ലോബലായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് അവിടെ താമസിച്ച് അവർക്ക് ജോലി ചെയ്യാനും അവരുടെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ ഡിമാൻഡാണ്. അത് സൗദി അംഗീകരിച്ചു കൊടുക്കുകയാണ്.